നമസ്തേ. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി ആളുകൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചാനലിൽ പറയുന്ന വിഷയങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുക. അത് ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥ പ്രമുഖർ, രാഷ്ട്രീയ നേതാക്കൾ, സാംസ്കാരിക നായകർ, എല്ലാവരും, സാമൂഹ്യ പ്രവർത്തകർ, സന്നദ്ധർ എല്ലാവരും കാണുകയും ഒരു പബ്ലിക് ഒപ്പീനിയൻ, ഒരു പൊതു മനസ്സ് ഉണർത്താനാണ് നമ്മൾ കൂടുതൽ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇന്നിപ്പോൾ നിരവധി വിഷയങ്ങളാണ് ഈ ചാനൽ പുറത്തോട്ട് വന്നിട്ടുള്ളത്. പലതിനും റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ചിലത് സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണ്. വിമർശിക്കേണ്ടതിന് വിമർശിച്ചും സ്നേഹിക്കേണ്ടതിന് സ്നേഹിച്ചും പറയേണ്ടതിന് പറഞ്ഞും വെളുപ്പാങ്കാലത്ത് കോഴി കൂവുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഉണരുന്നത്. പണ്ട് ഈ ക്ലോക്കും വാച്ചും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത്, മൊബൈലൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വെളുപ്പാങ്കാലത്ത് നമ്മൾ സമയമായെന്ന് കൂവി വിളിക്കുന്നത്. പരുന്ത് മഴമേഘങ്ങൾക്ക് മുകളിലൂടെ പരുന്ത് സഞ്ചരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അതുപോലെ തന്നെ പല രൂപത്തിലാണ് നമുക്ക് ഇത് വിഷയങ്ങൾ വരും. അപ്പോൾ ഈ പുരപ്പുറത്ത് കയറി നിന്ന് കൂവുന്ന ഒരു പൂവൻ കോഴിയെ പോലെ കണക്കാക്കിക്കോളൂ. അങ്ങനെ തന്നെ വരുന്ന ഒരു വ്യക്തിത്വമായാൽ പോലും കുഴപ്പമില്ല. പക്ഷേ ജീവിതം മുഴുവൻ മഴമേഘങ്ങൾക്ക് മുകളിലൂടെയുള്ള പരുന്തിനെ പോലെ പറക്കാൻ ആഗ്രഹിച്ച, ബാല്യത്തിൽ തുടങ്ങിയ ജീവിതമായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഈ വിഷയങ്ങളിലേക്കൊക്കെ ഞാൻ വരുന്നത്. തീർച്ചയായും ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും സംഭാവനയും സ്നേഹവും ആദരവും സന്ദേശവും എല്ലാം അയയ്ക്കുക. ഇന്നിപ്പോൾ നമ്മളെടുക്കുന്ന മറ്റൊരു വിഷയം സെപ്റ്റംബർ 9 എന്ന് പറഞ്ഞാൽ ഓണം കഴിഞ്ഞ് വരുന്ന വർക്കിംഗ് ഡേയ്സിൽ അങ്കണവാടികളിൽ പുതിയ മെനു ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നടന്നു. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. അതോടൊപ്പം തന്നെ ഒരു മെനു തയ്യാറാക്കിയിട്ടുണ്ട്. രസകരമാണ് ആ മെനു എന്ന് പറഞ്ഞാൽ. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ആ മെനു ഒന്ന് പറയാം. കേരള സർക്കാർ വനിതാ ശിശു വികസന വകുപ്പ് അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികളുടെ പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു ആയതുകൊണ്ട് അങ്ങനെ തന്നെ തുടരണം എന്ന് നിർബന്ധമില്ല. ഓരോ ദിവസവും തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഇങ്ങനെ 6 ദിവസത്തേക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. 1-ാം ദിവസം പ്രാതൽ മുതൽ ഉച്ചഭക്ഷണം, പിന്നെ പൊതുഭക്ഷണം, ഇങ്ങനെ 3 തരത്തിലാണ് ഇട്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഞാൻ പറയുന്നില്ല, ഞാൻ ഐറ്റങ്ങൾ പറയാം. കാരണം ഈ കാർഡ് നമ്മൾ ഈ വീഡിയോയിലിടാം. ഇലയട, പാൽപ്പിടി, കൊഴുക്കട്ട, ഇലയട, ചോറ്, ചെറുപയർ കറി, ഇലക്കറി, ഉപ്പേരി, തോരൻ, ധാന്യം, പരിപ്പ്, പായസം, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇലയട, പുലാവ്, പാൽ കൊഴുക്കട്ട, ന്യൂട്രി ലഡു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു കേട്ടാൽ വെജിറ്റബിൾ പുലാവ്, മുട്ട, റൈത്ത. ഈ റൈത്തയൊക്കെ എവിടത്തുള്ള ഫുഡാണെന്ന് അറിയത്തില്ല, ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഈ റൈത്ത എന്ന് പറയുന്നത് എന്ത് ഫുഡാണെന്നറിയില്ല. റൈത്ത, ചീരത്തോരൻ, സാമ്പാർ, മുട്ട ഓംലെറ്റ്, കടല ഡ്രൈ ഫ്രൈ, സോയ ചങ്ങ്, വെജിറ്റബിൾ കഞ്ഞി വെജിറ്റബിൾ കിഴങ്ങ് കൂട്ട്, പയർ കഞ്ഞി, പുലാവ്, ഇങ്ങനെ തുടങ്ങി നമ്മൾ കേട്ടിട്ടില്ലാത്ത ഭക്ഷണങ്ങൾ പോലും പറയുന്നുണ്ട്. നല്ലതാണ്. ഗവൺമെൻറ് സ്വാഭാവികമായിട്ട് ഒരു കുട്ടി ബിറിയാണി ചോദിച്ചിടത്തും തുടങ്ങിയതാണ്. ആ ബിറിയാണി കുട്ടി, ഇതിനകത്ത് ബിറിയാണി ഇല്ല, എന്തായാലും വെജിറ്റബിൾ ബിറിയാണി കൂടി വയ്ക്കാമായിരുന്നു. ഇതിനകത്ത് 2 അപഹാസ്യമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കുട്ടിക്ക് 5 രൂപയാണ് കൊടുക്കുന്നത്. അപ്പോൾ 10 കുട്ടികളുള്ള ഒരു അംഗൻവാടിയിൽ ഒരു ദിവസം 50 രൂപ ചിലവാക്കാം. മാത്രമല്ല, പിന്നെ അരിയും പച്ചക്കറിയും മറ്റ് മുട്ടയോ പാലോ അങ്ങനെ വേറെ സാധനങ്ങൾ കൊടുക്കും. പക്ഷേ എന്നാൽ പോലും എന്തെല്ലാം കൊടുത്താലും ഈ 5 രൂപ കൊണ്ട് 50 രൂപ കൊണ്ട് 10 കുട്ടികളുള്ള ഒരു അംഗൻവാടിയിലുള്ള ടീച്ചറും ഹെൽപ്പറും കൂടി കഴിക്കണമല്ലോ. അപ്പോൾ 12 പേർക്ക് കഴിക്കാനുള്ള ഇത്രയും ഐറ്റം 3 നേരം ഉണ്ടാക്കണമെങ്കിൽ ശരിക്ക് ഏത് ചെഫ് വിചാരിച്ചാൽ കഴിയുമെന്നറിയില്ല, ഏത് മാന്ത്രിക വിദ്യ ഉണ്ടറിയില്ല. ഇതുണ്ടാക്കിയ ഇതേതെങ്കിലും ന്യൂട്രീഷൻ്റെ വിദഗ്ധനോ ആയിരിക്കും ഉണ്ടാക്കി കൊടുത്തത് ഗവൺമെൻറ്റിന്. ഉണ്ടാക്കി കൊടുത്ത ആളിന് ഒരു ബിഗ് സല്യൂട്ട്. അവരോട് തന്നെ വന്ന് കാർഡ് ഉണ്ടാക്കിയവരോട് തന്നെ വന്ന് 50 രൂപ കൊടുത്തിട്ട് ഒരു അംഗൻവാടിയിലേക്ക് ഒരു പ്രാക്ടിക്കലായി ഇത് ചെയ്തു തരാൻ പറയണം. ഞാൻ ഹരിത എസ് കുമാർ എന്ന് പറയുന്ന IAS-കാരിയെ, സിവിൽ സർവീസ് പാസ്സായിട്ടുള്ള IAS-കാരിയെ ബഹുമാനിക്കുന്ന ആളാണ്. കാര്യം അവർ നിരവധി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിരവധി തവണ എഴുതിയിട്ടാണ് IAS എടുത്തത്. അതുകൊണ്ട് എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു വനിതയാണ്, ഒരു മാഡമാണ്. മാഡം, ഞാൻ ഡയറക്ടറൊക്കെ ആയിരുന്നു. നമ്മൾ AC റൂമുകളിലിരുന്നോ അല്ലാത്ത റൂമുകളിലൊക്കെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ വരുന്ന ഫയലുകളിൽ ഇങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കുമ്പോൾ
പ്രായോഗികത വലിയ പ്രശ്നമാണ്. 5 രൂപയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുക? 3 മാസത്തേക്ക് ഗ്യാസിൻ്റെ പൈസ കൊടുക്കുന്നത് 3 മാസത്തിലൊരിക്കലാണ്. നിലവിലുള്ള ഗ്യാസ് ഉപയോഗിച്ച് അത്രമാത്രം ഗ്യാസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക? ഇനി വേറെ അടുത്ത അപഹാസ്യതം, ഇതുണ്ടാക്കാനുള്ള പരിശീലനം കൊടുത്തു. 62 വയസ്സാണ് റിട്ടയർ ആവാനുള്ള പ്രായം. 60 വയസ്സായവരെ വിളിച്ച് പരിശീലിപ്പിച്ചു. എന്താ പരിശീലിപ്പിച്ചത്? പുലാവ് ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇലയുടെ ഉണ്ടാക്കുന്നത് എങ്ങനെ, കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് എങ്ങനെ, ഇതൊക്കെ പരിശീലിപ്പിച്ചു. അതിനുവേണ്ടി ലക്ഷങ്ങൾ കളഞ്ഞു. ഇതൊക്കെ വളരെ പരിഹാസമാണ്. നമുക്ക് പല കാര്യങ്ങളും ഭാവനാപൂർണ്ണമായി എഴുതി പിടിപ്പിക്കാം, പക്ഷേ പ്രായോഗിക തലത്തിൽ ഇതൊന്നും നടക്കാൻ കഴിയുന്നതല്ല. 5 രൂപ കൊണ്ട് ഒന്നും പറ്റുന്നതല്ല. പിന്നെ ഇതിനകത്തൊരു തമാശ, ബന്ധപ്പെട്ട ICDS ഓഫീസർമാർ, CDPOമാർ, അതുപോലെ തന്നെ സൂപ്പർവൈസർമാരൊക്കെ നിർബന്ധിച്ചത് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു മെസ്സേജ് താഴേക്ക് പോയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ കൗതുകപരമായ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. എല്ലാ അംഗനവാടികളും അക്ഷയ പാത്രം വയ്ക്കണം. അതിൽ ആളുകൾ പൈസയോ പിന്നെ വസ്തുക്കളോ കൊണ്ടിടട്ടെ. ഏതെങ്കിലും സർക്കാർ പദ്ധതിയിൽ അക്ഷയ പാത്രം വെച്ചാൽ ആരെങ്കിലും കൊണ്ട് ഇടുമായിരിക്കും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരോട് താഴെയുള്ള പാവപ്പെട്ട അംഗനവാടി വർക്കറോ ഹെൽപ്പറോ ചോദിച്ച്, മേഡം ഇതെങ്ങനെയാണ് സാർ ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ അക്ഷയ പാത്രം വെച്ചോളൂ, അല്ലെങ്കിൽ ലോക്കലായി കണ്ടെത്തിക്കോളൂ. എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ ഓരോ അംഗനവാടികളിലും ലോക്കലായി കണ്ടെത്തി ഇത് ചെയ്യുന്നത്? അക്ഷയപാത്രവും വെച്ച് ലോക്കലായി പിരിക്കാൻ ഇറങ്ങിയാൽ കുട്ടികൾ അടുത്ത സ്കൂളിലേക്കോ പ്രീ സ്കൂളിലേക്കോ LKGയിലോ UKGയിലേക്ക് പോകും എന്നുള്ളതല്ലാതെ ഒന്നും സംഭവിക്കാനില്ല. രണ്ടാമത്തെ കാര്യം, മത്സരബുദ്ധിയോടുകൂടി വീട്ടിലൊക്കെ ചില സാമ്പത്തികമുള്ള വർക്കർമാർ ഹെൽപ്പർമാർ ചിലപ്പോൾ ഒരു മത്സരബുദ്ധിയോടുകൂടി ഇത് ചെയ്യാനും സാധ്യതയുണ്ട്. എല്ലാവരും ചെയ്യില്ല എന്നല്ല. എന്തായാലും പ്രായോഗികമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ താഴേക്ക് വരുന്നു. അടുത്തൊരു രസകര കാര്യം, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് കുട്ടികളവിടെ വരുന്നത്. ഈ കുട്ടികൾക്ക് ഇത്രയും ഫുഡാണോ കൊടുക്കേണ്ടത്? ഇതാര് തയ്യാറാക്കിയ മെനു ആണ്? എന്തായാലും ഒരു 1.5 മെനു ആയിപ്പോയി. ആര് തയ്യാറാക്കിയാലും മെനുവിന് ഒരു മെനയുമില്ല.